ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് നമ്മുടെ സദ്യയിലെ തന്നെ ഓണസദ്യയിലെ പോലെ തന്നെ സദ്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തൊടുകറി ഉണ്ടല്ലോ. നല്ല പുളിയും മധുരവും ഉപ്പൊക്കെ ഇടകലർന്ന ഒരു കറി, ഒരു തൊടുകറി, 101 കറിക്ക് തുല്യമായിട്ടുള്ള ഒരു തൊടുകറി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അത് തന്നെ ഇഞ്ചംപുളി അല്ലെങ്കിൽ പുളിയിഞ്ചി. ചിലർ ചിലപ്പോൾ ഇഞ്ചിക്കറി എന്നായിരിക്കും പറയുന്നത്. അത് എന്ത് തന്നെയായാലും ആ ഒരു വിഭവം തന്നെയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇഞ്ചംപുളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇഞ്ചംപുളി തയ്യാറാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചി തന്നെയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളക്, കറിവേപ്പില, ഉണക്കമുളക്, ശർക്കരപ്പാനി, ഉലുവപ്പൊടി, കായപ്പൊടി, കടുക്, വെളിച്ചെണ്ണ, പിന്നെയുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വാളംപുളിയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ടൊരു അടിപൊളി ഒരു ഇഞ്ചംപുളി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് MTR സ്റ്റൈൽ ഓഫ് ഇഞ്ചംപുളിയാണ്. കാരണം നമ്മുടെ വീട്ടിൽ ചെറുപ്പം മുതൽ കണ്ട് ശീലിച്ചിട്ടുള്ള അല്ലെങ്കിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഞ്ചംപുളിയുടെ ഒരു സ്റ്റൈലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 100% അത് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു പ്രൊഫഷണൽ പാചകക്കാരിയൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ നമ്മളെ ഡെയിലി ലൈഫിൽ ഒരു അത്യാവശ്യം പാചകം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇതുപോലെ പാചകങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാവുമ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫഷണൽ ഒരു പാചകക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സദയം ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പാചകത്തിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുക്കുക. പിന്നെ ഉലുവാപ്പൊടി ഇല്ല എന്ന് വെച്ചാലും വിഷമിക്കേണ്ട, നമ്മൾ കടുക് വറുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അടുപ്പത്ത് ചീഞ്ചട്ടി വെക്കുക. ഈ ഒരു ചീഞ്ചട്ടി ഇത്തിരി അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു ചീഞ്ചട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വറുത്തെടുക്കാനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചീഞ്ചട്ടിയാണ്. കുറച്ചൊന്നും കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും ഈ ഒരു ചീഞ്ചട്ടി തന്നെയാണ്. ഇതൊരു ഇന്ത്യാലയത്തിൻ്റെ ചീഞ്ചട്ടി കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം പകുതി വേവായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഇത് കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം. ഞാൻ ഇഞ്ചി അരിഞ്ഞിട്ടുള്ളത് ചോപ്പറിലാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇഞ്ചി അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിളായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ഇഞ്ചി അരിഞ്ഞെടുക്കുക. കുറച്ച് നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ചിലർ വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം നല്ലപോലെ ഫ്രൈ ചെയ്ത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു രീതി നമ്മൾ തയ്യാറാക്കുന്ന ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കണം. കാരണം ഏതാ കൂടുതൽ ടേസ്റ്റി ആയിട്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു നമ്മൾ പാചകം ചെയ്ത ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് മറ്റു പാചകങ്ങളും ചെയ്യുന്നത്, ബാക്കിയുള്ള പാചകങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കടുക് ഇട്ടതിന് ശേഷം ഉണക്കമുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് ഇളക്കി. അപ്പോൾ ഉലുവാപ്പൊടി ഇല്ല എങ്കിൽ കടുക് വറുക്കുന്ന സമയത്ത് കൂടെ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം പൊടിക്ക് പകരമായിട്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേക്കണം. കാരണം നമ്മുടെ പൊടികൾ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കും. മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഇഞ്ചിക്ക് ചെറിയൊരു ചവർപ്പും കയ്പ്പൊക്കെ ഉണ്ടാവും. പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഉലുവയ്ക്കായാലും കായത്തിനായാലും ചെറിയ രീതിയിൽ ചവർപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാറാനായിട്ട് കുറച്ച് അധികം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിനകത്തേക്കാണ് നമ്മൾ ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തത് ഓണാക്കണം കേട്ടോ. കാരണം നമ്മൾ പൊടികൾ കൊടുക്കുന്ന സമയത്ത് മാത്രം ഓഫ് ചെയ്താൽ മതി, അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് വാളംപുളി പിഴിഞ്ഞത്. വാളംപുളിയുടെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ പുളി ഇച്ചിരി അധികമായിട്ട് എടുക്കണം, ഈ ഒരു കയ്പ്പും ചവർപ്പും ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളംപുളി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഷോർട്ടായിട്ട് കാണിക്കും, പക്ഷേ ഇത് വളരെ സമയം നിന്ന് തന്നെയാണ് ഇളക്കി കൊടുക്കുന്നത്.
അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ സമയമെടുത്ത് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് ടൈറ്റായിട്ട് വരുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെ ഒരു മഴയുടെ നല്ല സൗണ്ടൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. ശർക്കര പാനി ചേർത്ത് നല്ല പോലെ ഒന്ന് ടൈറ്റാക്കി എടുക്കുക. നമുക്കറിയാം ഇഞ്ചിപ്പുളിയൊക്കെ നമ്മൾ നല്ല ഒരു കുറുക്ക് രൂപത്തിലാണ്, നല്ല ടൈറ്റായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ചാനലിലെ എൻ്റെ സ്ക്രീനിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാനിട്ട മുമ്പ് ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടിപൊളി വിഭവമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.